ഈ ചിത്രം നോക്കൂ. ഈ ത്രികോണത്തിൽ എത്ര പൊട്ടുകളുണ്ട്? ഓരോന്നായി എണ്ണിയെടുക്കാം. ഒന്നാമത്തെ വരിയിൽ 1, രണ്ടാമത്തെ വരിയിൽ 2, മൂന്നാമത്തെ വരിയിൽ 3 എന്നിങ്ങനെ 10ാമത്തെ വരിയിൽ 10 പൊട്ടുകളുണ്ട്. ആകെ എണ്ണം കിട്ടാൻ 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ മതിയല്ലോ. 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 55 ആണല്ലോ. അതിനാൽ ഒരു ത്രികോണത്തിലെ ആകെ പൊട്ടുകളുടെ എണ്ണം 55 ആണെന്ന് കാണാം. ഇതിന് ഒരു എളുപ്പവഴി നോക്കാം. ഇതുപോലെ മറ്റൊരു ത്രികോണം ഉണ്ടാക്കി തലകീഴായി ആദ്യത്തെ ത്രികോണവുമായി ചേർത്ത് വെക്കാം. ഇപ്പോൾ ഒരു ചതുരം ലഭിച്ചല്ലോ. ഈ ചതുരത്തിൽ ഓരോ വരിയിലും എത്ര പൊട്ടുകളുണ്ട്? 11 അല്ലേ? ആകെ എത്ര വരികളുണ്ട്? വരികളുടെ എണ്ണം 10 ആണല്ലോ. അപ്പോൾ ആകെ പൊട്ടുകളുടെ എണ്ണം 10 ഗുണിക്കണം 11 അഥവാ 110 ആയിരിക്കുമല്ലോ. എങ്കിൽ ഒരു ത്രികോണത്തിൽ എത്ര പൊട്ടുകൾ ഉണ്ടാവും? ഒരേപോലുള്ള 2 ത്രികോണങ്ങൾ ചേർത്ത് വെച്ചാണല്ലോ ഈ ചതുരം ഉണ്ടാക്കിയത്. അതിനാൽ ഒരു ത്രികോണത്തിൽ 110ന്റെ പകുതി അഥവാ 55 പൊട്ടുകൾ ഉണ്ടാവുമല്ലോ. ചിത്രം ഉപയോഗിച്ച് ചെയ്തത് സംഖ്യകൾ മാത്രം ഉപയോഗിച്ച് എഴുതാം. ആകെ പൊട്ടുകളുടെ എണ്ണം S ആയാൽ S എന്നത് 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണല്ലോ. ഇനി ഇതിനെ തിരിച്ചെഴുതാം. ഒരേ സ്ഥാനത്തുള്ള സംഖ്യകൾ കൂട്ടിയാലോ? 1ഉം 10ഉം കൂട്ടിയാൽ 11 ആണല്ലോ. 9ഉം 2ഉം കൂട്ടിയാലോ? അതും 11 തന്നെയാണല്ലോ. ഒരേ സ്ഥാനത്തുള്ള സംഖ്യകൾ കൂട്ടിയാൽ 11 തന്നെയാണല്ലോ കിട്ടുന്നത്. എസും എസും കൂട്ടിയാലോ? 2s കിട്ടുമല്ലോ. ആകെ എത്ര 11കളുണ്ട്? 10 അല്ലേ? അപ്പോൾ 2s എന്നത് 10 ഗുണിക്കണം 11 അഥവാ 110 ആയിരിക്കുമല്ലോ. എങ്കിൽ s 10 ഗുണിക്കണം 11 ഹരിക്കണം 2 അഥവാ 55 ആണല്ലോ. അതായത് 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക 10 ഗുണിക്കണം 11 ഹരിക്കണം 2 ആയിരിക്കും. എങ്കിൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയോ? ഇതിനെ തിരിച്ചെഴുതി ഒരേ സ്ഥാനത്തുള്ള സംഖ്യകൾ കൂട്ടിയാൽ 101 ആയിരിക്കുമല്ലോ കിട്ടുന്നത്. 101കളുടെ എണ്ണമോ? അത് 100 ആയിരിക്കുമല്ലോ. അതിനാൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക 100 ഗുണിക്കണം 101 ഹരിക്കണം 2 അഥവാ 5050 ആയിരിക്കുമല്ലോ. 100ന് പകരം ഏത് സംഖ്യ ആയാലും ഇതേ രീതിയിൽ തുക കണ്ടുപിടിക്കാമല്ലോ. അതായത് 1 മുതലുള്ള തുടർച്ചയായ കുറെ എണ്ണൽ സംഖ്യകളുടെ തുക അവസാന സംഖ്യയുടെയും അതിനടുത്ത സംഖ്യയുടെയും ഗുണനഫലത്തിന്റെ പകുതിയാണ്. ബീജഗണിത ഭാഷയിൽ പറഞ്ഞാൽ 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക 1/2 n ഗുണിക്കണം n+1 ആയിരിക്കും.